ഹലോ ഗായ്സ്, ദിസ് ഈസ് പ്രോഗ്രാം. നിങ്ങളാണ് നമ്മുടെ ക്രാഫ്റ്റ് സർവൈവലിൻ്റെ ഒരു പുതിയൊരു വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട്. ഒന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ച പോലത്തെ ഇതൊന്നും കിട്ടുന്നില്ല. എൻ്റെ സെറ്റിംഗ് സത്യം എനിക്കറിയില്ല. ഞാൻ വിചാരിച്ച ഏകദേശം നല്ലൊരു വീഡിയോയ്ക്ക് നല്ല റേറ്റിംഗ് നല്ല വ്യൂസും ലൈക്കും എല്ലാം പിന്നെ മനസ്സിലായി. ഈ വീഡിയോസിൽ ലൈക്ക് പോയിട്ട് 5 ലൈക്ക് 10 ലൈക്കിന് മുകളിൽ എൻ്റെ വീഡിയോ ഇതുവരെ പോയിട്ടില്ല. 10 ലൈക്ക് ഞാൻ ഇതിൻ്റെയൊക്കെ സൗണ്ട് നല്ലോണം കുറച്ചിട്ടിട്ടുണ്ട്. ഈ പൊട്ടുന്നതിൻ്റെ ഇതിൻ്റെയൊക്കെ സൗണ്ട് നല്ലോണം കുറച്ചിട്ടിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം എൻ്റെ യൂട്യൂബിലത്തെ ഇതൊക്കെ. നിങ്ങളൊന്ന് കണ്ടുകൂടാ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ. അതെൻ്റെ വീഡിയോ ആണിത്. അല്ലെങ്കിൽ ഭയങ്കര കേൾക്കും. ഒരു ലൈക്കാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത്. ഞാൻ തന്നെ ഇട്ടുകയാണ്. പിന്നെ ഇതിന് 7 വ്യൂസ്, മറ്റേതിന് 26 വ്യൂസ് ഉണ്ട്. ഇതൊരു ഭാഗ്യത്തിനാണ്. എന്നോടാണ് ഈ വീഡിയോ ഞാൻ ഇടാൻ കാരണം. അത് വേറെ കാര്യം. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ഞാൻ സോളോ ലെവലിൻ്റെ നോക്കാൻ എൻ്റെ അച്ഛൻ്റെ മൊബൈൽ ലേശം പ്രശ്നമായിട്ട് സോളോ ലെവലിങ് കാണുന്നുണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറ്റുന്ന എനിക്ക് ഗെയിമായിട്ട് പറ്റുന്ന ഈ ഒരു ഗെയിം എൻ്റെ കുറേ ടൈപ്പ് സർവൈവൽ ഗെയിംസ് എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ. കുറേ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഇവിടുത്തെ ട്രേഡേഴ്സ് പോയാൽ എടാ, ഞാൻ ഗെയിം തുറന്നിട്ട് വീണ്ടും ഓപ്പൺ ആക്കുമ്പോൾ അവർ പോവല്ലേ. ശരി, അതെൻ്റെ ടാഗ് ചെയ്യുന്നുണ്ട്, മാറിപ്പോയി. ഈലല്ല, അത് ഈലിൽ തന്നെ. എൻ്റെ ബാഗൊന്നും എടുത്ത് ഈലിൽ തന്നെ കേസ്. ഞാൻ അവൻ്റെ അടുത്ത് ഉള്ള മാങ്ങ എല്ലാ ചപ്പും ചവറും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഈ ഇതൊക്കെ പേര് കണ്ടില്ലേ. പിന്നെ ഈ കുടയ്ക്ക് എന്തിനാന്ന് എനിക്കറിയില്ല. അതൊക്കെ ഓരോ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഇതിൽ പോയാൽ ഞാൻ ഞെട്ടിപ്പോയി. ഇത് ബേസിക്കാണ്. ഇത്രയും സാധനം ഇത് നമുക്ക് ഉണ്ടാക്കണം. പക്ഷേ ഇതെന്താ സാധനം കൃത്യമായി എനിക്കറിയത്തില്ല. ഐലൻഡ് സ്കാനർ എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഇതിൽ കുറേ ഇൻറ്റീരിയർ വർക്ക്, ഡെക്കറേഷൻ്റെ വർക്കെല്ലാം ഉള്ളത്. പിന്നെ നേരത്തെ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. ആരും മറന്നു പോയിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ എൻ്റെ എല്ലാവിധ കയാക്ക് ഉണ്ടാക്കേണ്ട എല്ലാവിധ സാധനം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ കണ്ടുകൂടുക. ഇപ്പം കയാക്ക് എനിക്ക് ഇപ്പം ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. എന്തിനാ കാണാത്ത ഇവിടെ തന്നെ ഉണ്ടാക്കാൻ പോവാണ്. ഉണ്ടാക്കി വെച്ചു. ഈ കയാക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ലേശം ഒരു പണി തന്നെയാണ്. ഇത് തിരിഞ്ഞാണല്ലേ. ഞാൻ തിരിഞ്ഞാടെ വെച്ച് ഇല്ല. ഇനിയിപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നീഡ് ടു ഡ്രോപ്പ് ആൻഡ് എന്ത് പറഞ്ഞേ? എന്ത് ഡ്രോപ്പ്? ഇതെന്തോ സാധനം ഡ്രോപ്പ് ചെയ്യാനാണ് പറയുന്നത്. എന്ത് സാധനം ഡ്രോപ്പ് ചെയ്യാൻ? ഈ സാധനം എങ്ങനെയാണ്? ഒരു കല്ലിൻ്റെ പോലത്തെ ഒരു ബ്രേക്കിൻ്റെ ഒരു സാധനം ഉണ്ടായില്ല അവിടെ. എന്താ വാങ്ങിക്കാണ്ട് കിട്ടുന്നില്ല മാങ്ങാൻ. അതിൻ്റെ പേരെന്തോന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഇതിലെന്തോ സാധനം ആഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഡ്രോപ്പ് എൻജർ എന്നാണ് എന്തോ ആണ് ഗൈസ്. അതിൻ്റെ കാര്യത്തിൽ ഒരു സംഭവമായിട്ടുണ്ട്.
ഒരു പണി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലേശമായിട്ട് ഞാൻ അതിനെപ്പറ്റി സെർച്ച് ചെയ്തിട്ട് എല്ലാം ചെയ്യേണ്ടതായിരുന്നു. സെർച്ച് ചെയ്യുക പോലും ഒന്നും ചെയ്തില്ല. ഞാൻ അതിൻ്റെ ബേസിൻ്റെ ഇടയിൽ നോക്കട്ടെ. ഞാൻ മിനിമം ഗ്രൈൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഗ്രൈൻഡിങ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ എന്തൊക്കെ ഞാൻ മൊത്തം ലൂട്ട് സെറ്റാണ് കേട്ടോ. ഇവിടെ ബിൽഡർ വന്നിട്ട് ഓണുള്ള സാധനം മൊത്തം ഞാൻ വാരിക്കുറിച്ച് കൊടുത്തു. അതാണ് എൻ്റെ ചെസ്റ്റിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് കാണുന്നുണ്ടല്ലോ. പ്ലെയറിൻ്റെ ബുള്ളറ്റ് പറക്കുന്നതാണോ? അതൊക്കെ വേണ്ട ആവശ്യമുള്ള സാധനമൊക്കെ അവരിത് മാറ്റി വെക്കും. അപ്പുറത്തെ 2 ചെസ്റ്റ് ഉണ്ടാക്കി 2 സ്ഥലമായിട്ട്. അതിൻ്റെ അവസ്ഥ ഏകദേശം അങ്ങനെയൊക്കെയാണ്. ഇതേപോലത്തെ സംഭവത്തിനുള്ള ജസ്റ്റ് ആയിട്ടുള്ള എന്നുവെച്ചാൽ ഈ സാധനം എല്ലാം അങ്ങ് അപ്പുറത്തെ ചെസ്റ്റിലോട്ട് പോട്ടെ. അപ്പോൾ ഒരു അറേഞ്ച്മെൻറ്റ് വേണ്ടേ. ഇതൊക്കെ അപ്പം അങ്ങോട്ട് പോട്ടെ. പിന്നെ ഇതും ഇങ്ങോട്ട് പോട്ടെ, ആണിയും ഇങ്ങോട്ട് പോട്ടെ. ഇതിൽ ഇങ്ങനത്തെ സാധനം മാത്രം മതി. ഞാൻ അങ്ങനെ വെച്ച് തന്നെ കേട്ടോ. അങ്ങനെ വെച്ചാൽ ശരിയാവും. ഇതൊക്കെ എന്താ പറ്റുന്നത്? പിന്നെ ആണിയിൽ 16 പേജ് എന്നിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ആണി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മരം പോലുള്ള ഇങ്ങനത്തെ ഷേപ്പ് സാധനങ്ങൾ അവിടെ തന്നെ നിന്നാൽ മതി. പിന്നെ ഇവിടുത്തെ സ്ഥലമുള്ള പോലെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ലീഫെല്ലാം ഇപ്പുറത്തേക്ക് ഭാഗത്തേക്ക് നോക്കട്ടെ. പിന്നെ അതേപോലത്തെ കൊട അങ്ങനത്തെ സാധനങ്ങൾ കൊടുത്ത് നോക്കട്ടെ. വാട്ടർ ബോട്ടിൽ അങ്ങനെ അത്ര ഉപയോഗമില്ലാത്ത സാധനം കൊടുക്കട്ടെ. ടോപ്പ് ഞാൻ ഈടാണ് വെച്ചത്. ടോപ്പ് കാണുന്നുണ്ട്. ഇവനിത് ഏത് നേരത്തെ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇത് എനിക്ക് അലമ്പാട്ടാ. കാര്യമാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കി കാണിച്ചത്. കാരത്തെണ്ണം കാണാൻ ഇതൊരു ജാതി. ഇങ്ങനെയുള്ള സമയത്തൊക്കെ ദേഷ്യം വരും. എന്താ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ അല്ലേ തന്നെ ഞാൻ ഇത് എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി വരല്ലേ. അങ്ങനെയാണ് ഉണ്ടാക്കി തരാൻ നശിപ്പിച്ചത്. എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് ദൈവത്തിനറിയാം. ഫുഡുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എനിക്ക് ഒരു പ്ലാനൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. എന്താ തീരുന്നത് കാണാം. കയറന്നെ വെള്ളം ആയിക്കൊണ്ടാണ് കുടിക്കുകയാണ്. നമുക്ക് വീണ്ടും നമ്മൾ ആദ്യത്തെ പരിപാടി പറഞ്ഞാൽ നമ്മൾ ഇനി ചൂണ്ട അങ്ങനെയുള്ള എല്ലാ പരിപാടിയും നോക്കാൻ പോകണം. ആക്ച്വലി ഈ ഗെയിം നല്ലൊരു ഗെയിമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിൽ ഞാൻ സെർച്ച് ചെയ്ത ഗെയിമിൽ ടോപ്പ് 1 ഒരു സ്ഥാനത്ത് ഇതിനും അവകാശമല്ല, ഇതും ഉണ്ട്. ഇതെന്താ പറയുക കൊടുക്കുന്നത്. ഞാൻ എന്തായാലും സെർച്ച് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ അതിൽ ഇപ്പോൾ റൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലാണ്ട് എന്ത് കാര്യമായിട്ട് അവനെ കണ്ടോ, അവനാണ് ട്രേഡർ. അവൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. അവനെ നിർത്താൻ പറ്റും നോക്കട്ടെ. അവൻ ഈ എടുത്തേക്ക് വരുമ്പോൾ ഒരു ഓപ്ഷൻ കാണിക്കും. നേരെ അത് എനിക്ക് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അത് പിടിക്കട്ടെ. കുഴപ്പമൊന്നുമില്ല. അവൻ എടുത്ത് വരണമില്ലേ. ആ ട്രേഡർ ഞാൻ പിന്നെ പോയി കളിയില്ല. എനിക്ക് കയറല്ലേ പോകണ്ട. ഈ എപ്പിസോഡ് പിടിച്ചതാ. ഇല്ലെങ്കിൽ ആ ട്രേഡറിനെ കണ്ടുപിടിക്കാൻ നേരത്ത് വീഡിയോ കൊടുത്തേക്കണ്ടിരിക്കും. ഞാൻ അന്നേരം വീഡിയോ എടുത്തേക്കണ്ടേ. അന്നേരം എൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. ഇതിൻ്റെ അത് കളിക്കാൻ എൻ്റെ ബെസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ഏകദേശം ഒരു 50 വേണ്ട, ഒരു 40-35 മുകളിൽ പോവുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ അടുത്ത് മാറ്റിയിട്ട് വേറൊരു ഇതേപോലത്തെ ഒരു ഇതേപോലത്തെ ഏകദേശം വ്യത്യാസമുള്ളൊരു സർവൈവലായിട്ട് വേറെ ഒരു ഇത് കാണാമെന്ന് കേട്ടാൻ പറ്റും. നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാനിത് വെറുതെ എടുത്തിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങളെല്ലാം അറിയാം. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ഇട്ടുകൊണ്ട് പോകത്തുള്ളൂ. നിങ്ങളെല്ലാം പറയട്ടോ. പിന്നെ ഈ ഗെയിമിൽ മിഷൻ അങ്ങനത്തെ ടൈപ്പ് ഒരു തേങ്ങയില്ല. ഇത് നമ്മളിങ്ങനെ സർവൈവ് ചെയ്ത് പോവുക. പക്ഷേ ഇത് യൂസ്ഫുള്ളാണ് കേട്ടോ. എനിക്ക് റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ വെള്ളം ഉണ്ടാക്കാൻ പറ്റും.
സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ വെള്ളം അപ്പോൾ ആവിയിൽ നിന്നുള്ള വെള്ളം എന്ത് കെട്ട വെള്ളമാണെങ്കിൽ അത് സെർച്ച് ചെയ്ത് എനിക്കിപ്പോൾ എന്തെങ്കിലും വേണേൽ എനിക്ക് ഫുഡ് വേണം. പിന്നെ ഫിഷിനൊരു ട്രാപ്പ് ഉണ്ടായിരുന്നു ഈ തേർഡ് വേഴ്സ് എനിക്ക് എന്താ ഫ്രീ ആയിരുന്നു എന്ത് പരസ്യമില്ലാണ് എനിക്ക് തോന്നിയത് അമ്മ പണ്ടേ കൂടായിരുന്നു എപ്പോഴും കൂടായിരുന്നു സിമ്പിളോട് കിടക്കാൻ മതി രണ്ടാമത് കാലം അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഷാർക്കിനെ കുടുക്ക ഒരു മാർഗമുണ്ട്. അടുത്ത ഇതിൽ ഷാർക്കിനെ ഇവിടെ കുടുക്കിയിട്ടുണ്ട്. അടുത്ത ഷാർക്ക് ഫ്രൈ ഈ സാധനം കണ്ടോ അത് ഷാർക്ക് ആക്കും. അല്ലെങ്കിൽ ഞാൻ ഓഷ്യൻ സർവൈവ് ചെയ്യണം. ഏകദേശം ഇതേപോലെ തന്നെ ഏകദേശം അല്ല ഇതന്നെ കാണാം. ഷാർക്കിനെ പകുതി ആക്കുമ്പോഴേക്ക് ഷാർക്കിൻ്റെ മീറ്റ് കിട്ടും. ഈ ഷാർക്കിൻ്റെ ഹായ് ബൈ സാബ് ചുമ എടുത്തേക്ക് വരട്ടെ അല്ലെങ്കിൽ ഈ മാക്കാച്ചി എന്നെ വന്ന് പിടിച്ചിട്ടുണ്ട്. ഷാർക്കട്ടേക്കാൻ നമ്മളങ്ങനെ അതിപൂർവമായി നമ്മൾ പരസ്യം കണ്ട് അതിശക്തമായി നമ്മൾ നേരിട്ട് പോരിട്ട് നമ്മൾ വീണ്ടും ജീവിച്ചിരിക്കുന്നു ഗൈസ്. ഇത് ട്രേഡറിൻ്റെ ഷിപ്പ് അല്ലെങ്കിൽ ഏതേ മാക്കാച്ചിൻ്റെ ഷിപ്പാണ്. ഇത് നമുക്ക് ഇവിടെ ട്രേഡർ പോയിട്ടൊരു മാങ്ങനെ കാണുന്നില്ലല്ലോ. ഇത് നമുക്ക് തന്നെ എടുക്കാൻ പറ്റുന്ന ഷിപ്പാണ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് പോലെ. ഇവിടെ ട്രേഡറൊന്നും ഇല്ല. നമുക്ക് ലോക്കിൻ്റെ ആ സാധനം ഉണ്ടോ പക്ഷേ ഇത് ഞാനൊന്ന് ബാക്ക് അടിക്കുമ്പോഴത്തേക്കും പോകും. അത് മാത്രമേ ഇതാക്കി വെച്ചിട്ട് ഇതേപോലത്തെ 4 ചെസ്റ്റ് ഉണ്ട് കേട്ടോ. ലേശം പണിയിൽ പോകും. നമുക്ക് ഇത് മറ്റേ ഫെയർ ഗണ്ണെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെത് ഫെയർ ഗൺ. പിന്നെ ഇതിൻ്റെ കൊടി കിട്ടിയിട്ടുണ്ട്. കൊടി നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കണം. ഞാനിതിപ്പോൾ ബാക്ക് അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ സാധനം നാളെ കാണത്തില്ല. അങ്ങനെയാണത്. നമ്മളിനി എങ്ങനെ അപ്പുറത്തോട്ട് പോകുന്നതാണ് എൻ്റെ ഒരു ആലോചന. ഇവിടെ നിന്ന് വുഡറ്റം കക്കാനോ ഇവിടെ മറ്റേ ചെങ്ങനെ കാണുന്നില്ല കേട്ടോ. അവിടെ ഒരു ട്രേഡറും വേറെ ഒരു ചെങ്ങനുണ്ട്. അപ്പോൾ ഇത് നല്ല ലേശം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ മീൻ പിടിക്കാതെ പോയിട്ട് എൻ്റെ പൈസ കണ്ട പോവാണ്. ഇപ്പം ബൈ വേഗം പോയിക്കോ. മാക്കാച്ചിപ്പ വരും ഇല്ലേ ഞാൻ വന്നില്ലടാ. മാക്കാച്ചി നമുക്ക് നശിപ്പിക്കണം. ആ ബോട്ട് കണ്ടോ പോകുന്നേ കണ്ടോ അതായത് നിറയും കഴിഞ്ഞപാട് പോകുന്നുണ്ട്. അവിടെ കയ്യിൽ ഒന്നുകൂടിയും കയറി നേരെ കണ്ടോ. ഇങ്ങനെയാണ് ട്രെയിൻ എഴുതുന്നത്. അല്ലെങ്കിൽ ഇത് ചെസ്റ്റ് ബോർഡ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടോ. ഒരു 5 ചെസ്റ്റ് ആയിട്ടുള്ളല്ലോ. പക്ഷെ ഇത് റെക്കോർഡൊന്നും ഇല്ല ഇവിടെയാണ്. പൊടച്ചോ ഇതിൽ ഷാർപ്പാണ് പേടിച്ചിട്ടോ. ഷാർപ്പിൻ്റെ തല കൊണ്ടൊരു ലേശായി ജസ്റ്റ് മിസ്. ഇനി നമുക്ക് ഷാർക്കിനെ തുളയ്ക്കാനുള്ളൊരു ആയുധം പറ്റൂല. ഒരു യെല്ലോ ഫിഷ്, മറ്റേ ഒരു മഞ്ഞ ഫിഷ്, മറ്റേ ഈ ഗോൾഡ് ഫിഷ്, പ്ലാങ്ക് ഉണ്ട്. ഈ ബോട്ടിൽ വേണം. ബോട്ടിൽ എൻ്റെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ്. അത് ഞാൻ കളഞ്ഞ ഇന്നലെ വെറുതെ പോയിട്ടത് അങ്ങനെയല്ല. അതിനോട് ഈ ബോട്ടിൽ ഇപ്പം എൻ്റെ കയ്യിലില്ലെങ്കിൽ വട്ടത്തിലാവുകയില്ല. 2 മാറിപ്പോയി ഇല്ലാന്നാ പറയുന്നത്. ഇത് രണ്ടും ഒരേതല്ലേ ആണില്ല. ഇത് പോകുന്നില്ല. ഇപ്പോൾ പോകുന്നില്ലേ ഞാൻ ഇപ്പോൾ പോകുന്നില്ല എന്ന് അറിഞ്ഞിട്ടുള്ളൂ. പോയി അങ്ങോട്ട് എത്തി. അങ്ങനെ ഇപ്പോൾ ട്രേഡേഴ്സ് എന്താണെന്ന് അറിയില്ല നിർത്തുന്നുണ്ട്. എന്നെ പേടിച്ചിട്ടാണ് കാര്യം. ഞാനെടുത്ത് നാട്ടത്തെ ഉണ്ടയായിട്ടുണ്ട് ഡൗണ്. ഇത് നല്ലൊരു ഇൻട്രോ എടുത്ത് വരുമ്പോൾ എപ്പോഴും ഉണ്ടാവും.
ഇങ്ങനെ ഉറക്കത്ത് നിൽക്കുമ്പോൾ മറ്റേ GTA 5 GT ഇല്ലേ, ഓനിങ്ങനെ ഫ്രാങ്ക്ലിനായിട്ട് ഉറക്കത്ത് നിൽക്കുമ്പോൾ ഒരു ഇതുണ്ടാവും. അങ്ങനത്തെ ഒരു ഇതുണ്ടാവും. ഞാൻ പറഞ്ഞിട്ട് എന്തൊക്കെയൊരു തെറ്റുണ്ടല്ലേ. അങ്ങോട്ട് ഇതെല്ലാം ഫുള്ളായിട്ടുണ്ട്. ഇതൊന്നുകൂടി നിറച്ച് വെച്ചേക്ക്. പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ ചത്ത് പോയില്ല. 2 പ്രാവശ്യം ചത്തിട്ട ഞാനതിൽ. എനിക്ക് ഇവനെ വേണം, മീൻ വേണമല്ലേ. ഏതൊക്കെ ടൈപ്പ് മീനിന് വേണ്ടേ? ഞാൻ 3 ടൈപ്പ് മീനെ സെറ്റാക്കിയിട്ട് വരാം. സോറി, മാറിപ്പോയി. ഒരു മീനൊക്കെ പിടിച്ചിട്ട് കിട്ടിയിട്ട് കാണാമെന്ന് പറയാൻ വരികയാണ്. കിട്ടി. ഉള്ളിലേക്ക്. ഓക്കെ, ഒരു ടൈപ്പ് ഫിഷ് ആയിട്ടുണ്ട്. ഇനി ഓറഞ്ച് ടൈപ്പ് മീൻ വേണം. ഓറഞ്ച് ടൈപ്പ് മീൻസ് അതല്ല, ഓറഞ്ചോ മഞ്ഞയോ ഓർഡർ വെച്ച് നോക്കുകയാണെങ്കിൽ മഞ്ഞപ്പോൾ കിട്ടണ്ടേ. എന്നിട്ട് ഓറഞ്ച്, പിന്നെ മീനല്ല വേണ്ടേ, പിന്നെ ബോട്ടിലും, പിന്നെ വേറെ എന്തൊക്കെയാണ് വേണ്ടേ. തട്ടമ്പാക്ക് സെറ്റാക്കാരോ. മീൻ കുഴപ്പമില്ല. വീഡിയോ കറക്റ്റ് പോസാക്കുന്നത് വേഗം വാ. ലേശം കൂടി തോന്നുന്നു. ഒരു ലീഫൊക്കെ ഒന്ന് വലിപ്പിച്ച് വിട്ടു. ഞാൻ കിട്ടിയാൽ പറയട്ടാ. മീൻ കിട്ടും വരെ ഞങ്ങൾ ഇപ്പം അവിടെ വെയിറ്റ് ചെയ്യും. 1 2 3 1 2 3. മീനെ കിട്ടിയിട്ടുണ്ട്. വേറൊരു മീനെ ഓർഡറല്ല, ഈ ഒരു മീനാണ് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ എവിടെ കൊണ്ട് ചെക്കടി ഈ പ്ലാൻ പോകണ്ട. ഇതൊക്കെ കണ്ട, ഈ ഒരു മീനെ കിട്ടിയിട്ടുള്ളത്. ഇനി ഒറ്റ മീനും കൂടി വേണം. അത് ഇപ്പം ഞാൻ ഈ ഒരു ഇൻവെൻട്രിയിൽ ഇപ്പോൾ മാറ്റാൻ പറ്റും. ഇപ്പം വേണ്ടാത്തതായിട്ടുള്ള ഇതിപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ സെറ്റാക്കട്ടില്ല. അത് കാരണമായി നമ്മൾ ചൂണ്ട പൊട്ടി വീണ്ടും നമ്മൾ വലിപ്പിച്ച് വിട്ടിട്ടുണ്ട് ഗോൾഡ് ഫിഷിനെ തന്നിട്ട്. ഓക്കെ, ഫൈനലി നമുക്ക് വേണ്ട 3 ഫിഷും കൂടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ സാധനം ഉണ്ടാക്കേണ്ട എല്ലാ വിധത്തിൽ സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സംഭവം? ഷാർക്കിനെ കാണുമ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തേക്കാം. ഇന്ന് ഷാർക്കിൻ്റെ അതിൻ്റെ അങ്ങനെ ഈ സാധനം നോക്കാണ്ട് അല്ല, ഈ സാധനം ഒരു സാധനം ഉണ്ട്. അതൊന്നുമില്ല. പിന്നെ എന്ത് മാങ്ങിയായതുകൊണ്ട് ഇതിന് റിസർച്ച് നടത്താം. എൻ്റെ ടാബിൽ കറക്റ്റ് 20 മിനിറ്റ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുക. ചെയ്യേണ്ടത് എന്താണെന്നറിയാം. അടുത്തതിൽ ഷാർക്ക് ഫ്രൈ ആണ് നമ്മൾ പരിപാടി. ഷാർക്ക് ഫ്രൈ ആണ് മോനെ. ഷാർക്ക് ഫ്രൈ എന്ന് വെച്ചാൽ ഷാർക്ക് തന്നെ ഫ്രൈ ചെയ്യണം. അല്ലാണ്ട് കണ്ട ഈ അങ്ങനത്തെ പൊട്ട മീനൊന്നും ഇതാക്കിയ പോലെ. നമ്മൾ വീട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ്. ഹാങ്ങർ കൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സുഖം കുറച്ചുകൂടി നേരം ഉണ്ടായി. നമ്മളൊന്നുകൂടി വാങ്ങുമ്പോഴേക്കും എൻ്റെ വുഡ് തീരുമോ? ഇല്ല, വുഡിനൊന്നും ഒരു ക്ഷാമമില്ല. ഒരു മിനിറ്റ്, ഞാനത് എടുക്കാൻ സമ്മതിക്കില്ല. എൻ്റെ എന്തൊക്കെ തീർന്നിട്ട് മിക്കവാറും ഞാൻ പറയുകയാണെങ്കിൽ അത് കയറായിരിക്കാം. ഇതൊന്നും ഇപ്പോൾ കാണാം. എൻ്റെ വുഡായിരിക്കില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ കയറ് കിട്ടണമെന്നുള്ള ലേശം പണിയാട്ടോ ഗൈസ്. ഇതിലേക്ക് എന്തോ ഒരു സാധനം വേണം. അത് അടുത്ത എപ്പിസോഡിൽ സെറ്റാക്കാം. ഞാൻ വലിയ കാര്യത്തിൽ കയാക്കൊന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞു. എന്തായാലും ഒരു തമ്മയിൽ എന്തായാലും എടുക്കണേ. ആയിരിക്കാം. എന്തായാലും ഞാൻ കൊയാക്കെന്നും പറഞ്ഞിട്ട് വന്നേ. കിട്ടി അടി കിട്ടി. കള്ള എനിക്ക് പിടിക്കണം. ശാർക്കടി ഓൻ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. നമുക്ക് അന്നേരം പിടിച്ചേക്കാം. എന്ന് വെച്ചാൽ ഇനി അറ്റാക്ക് ചെയ്യാൻ വരുമല്ലോ, അന്നേരം പിടിച്ചേക്കാൻ പറ്റും. കാര്യം ഉണ്ടാക്കുന്ന സാധനം കിട്ടിയിട്ടില്ലല്ലോ. കറക്റ്റ് 20 മിനിറ്റ് ആകുമ്പോൾ ഞാനിത് നിർത്തേ. കറക്റ്റ് 20 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 20 തന്നെ. അടുത്ത വീഡിയോയിലാണ് എന്തായാലും ഞാൻ ഇവനെ ഫ്രൈ ചെയ്യാൻ പോകുന്ന ആരാ
ഷാർക്കിനെ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഷാർക്കിനെ അന്നേരം ഫ്രൈ ചെയ്യാൻ പറ്റത്തില്ല. അയ്യൊരു സമയമില്ല, ഞാനിപ്പോൾ കണ്ണ് ഇടി വരാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.